ചപ്പാത്തിക്ക് ബാക്കി വന്നാൽ അത് പിറ്റേ ദിവസം കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയായിരിക്കും അല്ലേ. എന്നാൽ പിന്നെ ഒരു റെസിപ്പി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള കൊത്തി അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ നല്ലപോലെ വാടി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നാൽ അതിലേക്ക് 1/2 സ്പൂൺ ഇടിച്ച മുളകും പിന്നെ 1/2 സ്പൂൺ കറി മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി പൊടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കുറച്ച് മല്ലിച്ചീരയും പുതിനയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 കപ്പോളം ഉണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്, വേവിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഈ ചപ്പാത്തിയും ഈ മസാല എല്ലാം കൂടി ചേരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ ഇളക്കി അതിൽ നല്ലപോലെ ചൂട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതുപോലെ ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ റെസിപ്പി അങ്ങോട്ട് ഉണ്ടാക്കുക. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.